ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഏറ്റവും ഈസിയായി പാട്യാല പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. സെമി പാട്യാല പാൻറ്റാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. പാട്യാല പാൻറ്റിന് വേണ്ടി ഞാൻ 2 മീറ്റർ പോളിസ്റ്റർ ക്ലോത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അളവിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള റെഡിമെയ്ഡ് പാട്യാല പാൻറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പാട്യാല പാൻറ് തയ്ക്കാനായിട്ടുള്ള തുണിയെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇവിടെ ഓൾറെഡി തുണി 4ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. ക്ലോസ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്കും പിന്നെ മുകൾ സൈഡിലേക്കുമാണ് വരേണ്ടത്. ഓപ്പൺ സൈഡ് താഴത്തേക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുമാണ് വരുന്നത്. ഈ രീതിയിലായിട്ട് 4ആയിട്ട് മടക്കി കൊടുക്കുക. നാലായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 41 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് 20 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്ക് അളവിൻ്റെ പാൻറ് എടുക്കാം. അളവിൻ്റെ പാൻറ്റിൽ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഇതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കണം. ഇവിടെ 32 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. പ്ലസ് 2 ഇഞ്ച് നമുക്ക് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം. പ്ലസ് അര ഇഞ്ച് മുകൾ പാർട്ട് ബാൻഡ് പീസുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ 34.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സീറ്റ് ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ സെൻറ്ററിൽ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നോക്കുക. ഇവിടെ 6 ഇഞ്ചാണ് സീറ്റ് ലെങ്ത് വരുന്നത്. അപ്പോൾ തുണിയുടെ ഈ സൈഡിൽ അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം 6 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അളവിൻ്റെ പാൻറ്റിൽ കാലിൻ്റെ ലൂസ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 7 ഇഞ്ചാണ് കാലിൻ്റെ ലൂസ് ഉള്ളത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാൻ 8 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് താഴത്തോട്ട് വീഡിയോയിലുള്ളത് പോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇനി ഇത് മാർക്ക് ചെയ്തതിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ്. ഇനി നമുക്ക് ബാൻഡ് പീസിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സൈഡിൽ ബാക്കി വന്നിട്ടുള്ള തുണിയാണ് ബാൻഡ് പീസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ താഴത്തെ പാർട്ടിന് കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ എക്സ്ട്രാ തുണി വന്നിട്ടുണ്ടെങ്കിൽ അതും ബാൻഡ് പീസിന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ 8 ഇഞ്ചാണ് ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് വരുന്നത്. പ്ലസ് 1.25 ഇഞ്ച് നമുക്ക് മുകളിൽ വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണം. പ്ലസ് അര ഇഞ്ച് താഴത്തെ പാർട്ടുമായിട്ടുള്ളത് ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ ഞാനിപ്പോൾ ടോട്ടൽ 9.25 ഇഞ്ചാണ് ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്.
ഇനി ബാൻഡ് പീസിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. അളവിൻ്റെ പാൻറ്റിൽ ഈ സെൻറ്ററിലെ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നോക്കണം. എലാസ്റ്റിക്കിൻ്റെ അവിടെ വെക്കരുത്, താഴത്തെ ഭാഗത്ത് വെക്കുക. അപ്പോൾ നമുക്ക് 10.5 ഇഞ്ചാണ് വിഡ്ത്ത് കിട്ടുന്നത്. പ്ലസ് 1 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് വേണം. നമുക്ക് ഇപ്പോൾ 4 പീസായിട്ടാണ് ബാൻഡ് പീസ് കിട്ടുക. അപ്പോൾ ഓരോന്നും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നത്. 1/2 ഇഞ്ച് വീതം 2 സൈഡിലും വേണം. അങ്ങനെയാണ് 1 ഇഞ്ച് എടുക്കേണ്ടത്. ഇനി ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെമി പാട്ടിയാല പാൻറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ഇഞ്ച് വീതിയിലായിട്ട് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ബാൻഡ് പീസിൻ്റെ 4 പീസുകളും തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ചിട്ട് കൊടുക്കുക. രണ്ട് പീസ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 പീസും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ 4 പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 21 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. അതിനുശേഷം എക്സ്ട്രാ ഉള്ളത് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 21 ഇഞ്ചിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നിന്നും താഴത്തോട്ട് ഒരു 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി ഈ മാർക്ക് ചെയ്തതിൽ നിന്നും താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ എക്സ്ട്രാ ഉള്ളതിനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വള്ളി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ മുകളിലത്തെ സൈഡ് നൂല് പോകാത്തതായതുകൊണ്ട് ഞാൻ 1.25 ഇഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നൂല് പോകുന്ന സൈഡാണെങ്കിൽ ആദ്യം 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 4ആയിട്ട് മടക്കിയിട്ട് സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ സൈഡ് മാർക്ക് ചെയ്തതിലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ സൈഡിൽ നമുക്ക് 2 സൈഡും സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് സൈഡിലെ സെൻറ്ററായിട്ട് എടുത്താൽ മതി.
ഇനി താഴത്തെ പീസ് എടുക്കാം. താഴത്തെ പീസിൻ്റെ സെൻറ്റർ, അതായത് സീറ്റ് ലെങ്ത്ത് ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. രണ്ട് സൈഡും, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും 1/2 ഇഞ്ച് വിട്ടിട്ട്, നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ചീത്ത വശത്തൂടെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സീറ്റ് ലെങ്ത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം പാൻറ്റിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 1 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബാൻഡ് പീസുമായിട്ട് താഴത്തെ പാർട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ബാൻഡ് പീസിൻ്റെ സെൻറ്ററിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് സീറ്റ് ലെങ്ത്തിൻ്റെ ആ സ്റ്റിച്ച് വരുന്നത് പോലെ നല്ല വശങ്ങൾ രണ്ടും ഒരേപോലെ വരുന്നത് പോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ തന്നെ ജസ്റ്റ് പിൻ ചെയ്ത് എടുക്കുക. ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് സൈഡിലും താഴത്തെ പാർട്ടിൽ കുറച്ച് തുണി എക്സ്ട്രാ വരുന്നുണ്ട്. ഈ തുണിയെ വേണം നമുക്ക് ഇതുപോലെ സൈഡിൽ പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം ഈ ഫ്രണ്ടിലെ സെൻറ്ററിൽ നിന്നും ഒരു 5-5.5 6 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ വരെ പ്ലീറ്റ്സ് ഇടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സ്ട്രാ ഉള്ളത് പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആറ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ താഴത്തെ പാർട്ടിനും ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ പാർട്ടിനും ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിംഗ് തമ്മിൽ കറക്റ്റായിട്ട് വരുന്നത് പോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഒരു 5.5-6 ഇഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യുക. അവിടെ പ്ലീറ്റ്സ് വെക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും.
ഇനി നമുക്ക് പാൻറ്റിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചീത്തവശത്തൂടെ 1 ഇഞ്ച് വിട്ടിട്ടാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി പാൻറ്റിൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 തുണികളും ഇതുപോലെ 2 പീസുകളായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. അതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതാണ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. തുടക്കക്കാർക്ക് പോലും ഇത് വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്.